ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി. ഞാൻ നേരത്തെ പറഞ്ഞൊരു വാചകമുണ്ട്, ഈ കൈകൾ എല്ലാ കാലത്തും ശുദ്ധമാണ്, ഇനിയും ശുദ്ധമായിരിക്കും. ഇതിൽ കറവരുണ്ട് ആക്കാം എന്ന് ധരിക്കണ്ട. പണ്ട് എനിക്കെതിരെ ഒരു CBI അന്വേഷണം ഉണ്ടായിരുന്നു. ഇപ്പോൾ CBI അന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ അവതരിക്കുകയാണ് CBIയുടെ മുന്നിലേക്ക്. അയാൾ പറഞ്ഞു, 96 കേട്ടോ, 1996 തെരഞ്ഞെടുപ്പിൽ, ആ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന മനുഷ്യൻ കണ്ണൂർ വന്നിരുന്നു. അയാൾ കോടികൾ 2 or 3 എനിക്ക് ഇപ്പോൾ ഓർമ്മയില്ല, 2 കോടിയോ 3 കോടിയോ എനിക്ക് തന്നു. തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാണ്. എന്തുകൊണ്ടാണ് തരുന്നത്? ഞാൻ വൈദ്യുതി മന്ത്രിയാകാൻ ഇടയുണ്ട് എന്നറിയാം. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിന് ശേഷം, തെരഞ്ഞെടുപ്പിൽ ജയിച്ചാലേ ഗവൺമെൻറ് രൂപീകരിക്കുന്നുള്ളത് പറയും, പക്ഷെ തെരഞ്ഞെടുപ്പിൽ ജയിക്കും, മന്ത്രിയായിട്ട് പിണറായി വിജയനാണ് വരാൻ പോകുന്നത്. ആ ധാരണയിൽ ഈ പറയുന്ന കോടി 2 or 3 എൻ്റെ കയ്യിൽ കൊണ്ടു തന്നു എന്നാണ് ഇയാളുടെ പരാതി. സ്വാഭാവികമായിട്ടും CBI അന്വേഷിക്കുമല്ലോ. ഞാനും ഞങ്ങളൊക്കെ സ്വീകരിക്കുന്ന നിലപാട് ഇത്തരം കാര്യങ്ങളിൽ ഏത് അന്വേഷണമായാലും അതുമായി സഹകരിക്കുക എന്നുള്ളതാണ്. പൂർണ്ണമായിട്ട് സഹകരിച്ചു, കാര്യങ്ങൾ പറഞ്ഞു. CBIക്ക് അത് പൂർണ്ണ ബോധ്യമാവുകയും ചെയ്തു. ഏത് പെറ്റീഷനല്ല, എൻ്റെ നിലപാടാണ് ശരിയെന്ന് CBIക്ക് ബോധ്യമായി. ഇങ്ങനെ നമ്മളെയൊക്കെ പിന്നാലെ ചില ആൾക്കാർ ദീർഘകാലമായിട്ട് കൂടിയിട്ടുണ്ടല്ലോ. ഏതൊക്കെ തരത്തിൽ പെടുത്താൻ പറ്റും എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. ആ ശ്രമങ്ങൾ പല വഴിക്ക് തുടരും. ഇതിൽ നിർഭാഗ്യകരമായ ഒരു വശം, അന്വേഷണ ഏജൻസികൾ അവരുടെ മുന്നിൽ വരുന്ന പരാതികളുടെ അടിസ്ഥാനത്തിൽ, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ അന്വേഷിക്കുന്നതിനോ മറ്റോ ഒരു തടസ്സവും ഞങ്ങളാരും പറയുന്നില്ല. അവർ കൃത്യമായ നിയതമായ നിയമ നടപടികൾക്കാണ് തയ്യാറാകേണ്ടത്. അതാണ് നമ്മുടെ നാട്, രാജ്യവും പ്രതീക്ഷിക്കുന്നത്. ഇവിടെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് വീണ എൻ്റെ മകളാണ് എന്നതിൻ്റെ മേലെയാണല്ലോ ഈ ഇത്തരം പ്രശ്നങ്ങൾ വലിയ തോതിൽ ഉയർന്നു വരുന്നത്. മറ്റ് വീണ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരി ഭയങ്കര സ്വത്തിൻ്റെ ഒന്നും ഉടമയല്ലാലോ. ഇതിൽ കേൾക്കുന്ന പണവും വളരെ വലിയ പണമൊന്നുമല്ലാലോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ എത്രയാണെന്നുള്ളത്. അപ്പോൾ എൻ്റെ മകളായതുകൊണ്ട് ഈ വിചിത്രമായ നടപടികൾ കൂടി വരികയാണല്ലോ. ഒരു കാര്യം, നമ്മുടെ ED ഒരു പത്രക്കുറിപ്പ് പുറത്തിറക്കുന്നു. സാധാരണ ഏതെങ്കിലും കേസിൽ അങ്ങനൊരു പത്രക്കുറിപ്പ് ആദ്യം പുറത്തിറക്കാറുണ്ട്. ഇറക്കുന്ന പത്രക്കുറിപ്പ് എപ്പോഴും എല്ലാം പത്രങ്ങൾ വാർത്തകൾ എടുക്കുന്നത് അവരുടെ വെബ്സൈറ്റിൽ നിന്നാണ്. സാധാരണ വെബ്സൈറ്റിലാണ് വിവരങ്ങൾ കൊടുക്കുക. അവർക്ക് കൊടുക്കേണ്ട വിവരങ്ങൾ കൊടുക്കുന്നു. അതിനകത്ത് ED കൃത്യമായി ആ പുറത്തിറക്കിയ സ്റ്റേറ്റ്മെൻറ്റിൽ, പത്രക്കുറിപ്പിൽ പിണറായി വിജയൻ എന്നല്ല P. വിജയൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ P. വിജയൻ എന്ന് പറഞ്ഞിട്ട് ആൾക്ക് മനസ്സിലാകാതിരിക്കുമല്ലോ. അപ്പോൾ മുൻ മുഖ്യമന്ത്രി എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്താണ് അങ്ങനെ പറയാനിടയാകുന്നത്? എൻ്റെ മകളാണ് വീണ എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല, അതിനെപ്പറ്റി തർക്കമല്ല. പക്ഷേ എന്തിനാണ് എൻ്റെ പേര് ഈ സ്ഥാനപ്പേരടക്കം വെച്ചുകൊണ്ട് അതിൽ പറഞ്ഞത്? എന്താണ് അങ്ങനെ ഒരു വിചിത്രമായ നിലപാട് ഉണ്ടാകാൻ കാരണം? ഒന്നത് ഇരിക്കട്ടെ, അങ്ങനെ ആയാൽ തന്നെ എന്ത് കാരണത്താലാണ് ഇത്തരമൊരു പ്രസ്താവന നേരത്തെ കൊടുക്കൽ? ചെയ്യാൻ പാടില്ലാത്ത നടപടിയാണല്ലോ. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ഇത്തരം കാര്യങ്ങളിൽ ഞാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാകുമ്പോൾ ഏതെങ്കിലും തരത്തിൽ എൻ്റെ അടുത്തേക്ക് കൂടി എത്തിക്കാൻ പറ്റുമെന്ന് ചിന്തിക്കുന്ന പല ആളുകൾ കാണുമല്ലോ. അങ്ങനെയുള്ളതിൽ ഏറ്റവും അധികം എന്നോട് വലിയ ഇത്തരം താല്പര്യം പ്രകടിപ്പിക്കുന്ന
ചില മാധ്യമങ്ങളുണ്ട്. അതിലൊന്നാണ് മലയാള മനോരമ. മാമൻ മാത്യു ആണല്ലോ അതിൻ്റെ തലപ്പത്തിരിക്കുന്നയാൾ. മാമൻ മാത്യുവിന് മലയാള മനോരമയിൽ നിയന്ത്രണമില്ല എന്നൊന്നും ആർക്കും പറയാൻ കഴിയില്ല. ഇവർ സാധാരണ നിലവിട്ടാണല്ലോ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. എവിടുന്ന് കിട്ടിയ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഏത് അന്വേഷണ ഏജൻസി കൊടുത്ത തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് വീണ പണം ഈ പറയുന്ന ഭർത്താവ് മുഹമ്മദ് റിയാസിൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയെന്ന് പറഞ്ഞു? ഏത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് റിയാസ് പണം ഹവാലിയായിട്ട് ഉപയോഗിച്ചു എന്നോ അങ്ങോട്ട് അയച്ചു എന്നോ എന്നൊക്കെ റിപ്പോർട്ട് ചെയ്തു? ഇപ്പോൾ നിയമ നടപടിക്ക് റിയാസ് തയ്യാറായല്ലോ. തയ്യാറായില്ലേ എന്നുള്ളതല്ല എൻ്റെ വിഷയം. എങ്ങനെയാണ് നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളിലൊന്നായ മാമൻ മാത്യു നേതൃത്വം കൊടുക്കുന്ന മലയാള മനോരമയ്ക്ക് ഇത്തരത്തിൽ ഒരു ശരിയല്ലാത്ത വാർത്ത കൊടുക്കാൻ കഴിഞ്ഞത്? അവർ സൃഷ്ടിക്കുകയല്ലേ വാർത്ത. അങ്ങനെ വാർത്തകൾ സൃഷ്ടിക്കലാണോ നമ്മുടെ മാധ്യമങ്ങൾ ചെയ്യേണ്ടത്? പിണറായി വിജയന് നേരെയായാൽ എന്തും ചെയ്യാം, എന്തും സൃഷ്ടിക്കാം എന്നതാണോ അംഗീകരിക്കേണ്ട രീതി? എത്ര കാലമായി ഇങ്ങനെ തുടങ്ങിയിട്ട്? എന്താണ് ഇതിൻ്റെ ഫലം? നിങ്ങൾ ഉദ്ദേശിച്ച തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിഞ്ഞു? ഇവിടെ ഇത് നിങ്ങളുടെ ചോദ്യത്തിന് എനിക്ക് പറയാനുള്ള ഒന്നേ ഉള്ളൂ. ഈ പറഞ്ഞ അന്വേഷണവുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കാൻ വന്നപ്പോൾ എല്ലാ രീതിയിലും വീണ സഹകരിച്ചിട്ടുണ്ട്. ഒരു വ്യത്യാസവും അതിൽ കാണിച്ചിട്ടില്ല. അത് ഏത് അന്വേഷണത്തോടും സാധാരണഗതിയിൽ നമ്മൾക്ക് സ്വീകരിക്കേണ്ട നിലപാടാണ്. അത് പൂർണ്ണമായി സഹകരിച്ചിട്ടുണ്ട്. ഇനിയും വിവരങ്ങൾ എന്തെങ്കിലും വേണമെങ്കിൽ ആ വിവരങ്ങൾ നൽകുന്നതിനും വീണയുടെ ഭാഗത്തുനിന്ന് യാതൊരു മടിയും ഉണ്ടാവില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം ഉറപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ നല്ല ആത്മവിശ്വാസത്തോടെ തന്നെ പറയുന്നത്. അത് മാമൻ മാത്യു മനസ്സിലാക്കുന്നത് നല്ലതാണ്. അതുകൊണ്ടാണ് മാമൻ മാത്യുവിൻ്റെ പേര് ഞാൻ പറയുന്നത്. മാമൻ മാത്യു എൻ്റെ അടുത്ത സുഹൃത്താണ്, അല്ലാത്തതുകൊണ്ടല്ല. അയാളും കാര്യങ്ങൾ മനസ്സിലാക്കണമല്ലോ. എനിക്ക് പൂർണ്ണമായ വിശ്വാസം, അത് പൂർണ്ണ ബോധ്യം, ഞാനോ എൻ്റെ മകളോ എൻ്റെ കുടുംബാംഗങ്ങളിൽ ആരെങ്കിലുമോ ഒരു ഹവാല ഏർപ്പാടിന് നിന്നിട്ടില്ല. ഒരു ഹവാല ഏർപ്പാടുമില്ല. എല്ലാം സംശുദ്ധമായി നടക്കുന്നുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞൊരു വാചകമുണ്ട്, ഈ കൈകൾ എല്ലാ കാലത്തും ശുദ്ധമാണ്, ഇനിയും ശുദ്ധമായിരിക്കും. ഇതിൽ കറവരുണ്ട് ആക്കാം എന്ന് ധരിക്കണ്ട. അതുമാത്രമേ മാമൻ മാത്യുയോടും മലയാള മനോരമയോടും എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ബാക്കി നമുക്ക് പിന്നീടാകാം. ബാക്കി ഇനിയാണോ നിൽക്കട്ടെ. അതിന് നിങ്ങൾ നല്ല നിലപാടാണ് എടുത്തത്. മാധ്യമങ്ങൾ പൊതുവിൽ നല്ല നിലപാടെടുത്തു, നല്ല നിലക്കത് തുറന്നു കാണിച്ചു. വളരെ നന്ദി. നേരത്തെ പറഞ്ഞതിനെ കൂടെ ഇതുകൂടി അഭിനന്ദനാർഹമായ കാര്യമാണ്. ഒന്നുകൂടി അഭിനന്ദിക്കുന്നു. മതി. പ്രധാനപ്പെട്ട നേതാക്കളും അങ്ങും LDF-ലെ ഉപനേതാവ് സംബന്ധിച്ചുള്ള ചർച്ച അവസാനിച്ചു എന്ന് പറഞ്ഞു. പക്ഷേ 3 മാസം കഴിഞ്ഞിട്ടും LDF എന്ന രീതിയിൽ ഒന്നിച്ചു പോകാനോ വിഷയങ്ങൾ ഏറ്റെടുക്കാനോ കഴിയുന്നില്ല. CPI-ക്ക് അത് ബോധ്യപ്പെടുന്നില്ല എന്നുള്ളപ്പോഴും LDF ഒന്നിച്ച് പോകുന്നതിനൊന്നും വിഷമമില്ല കേട്ടോ. LDF കഴിഞ്ഞ ദിവസം ആലോചിച്ചു, കാര്യങ്ങൾ ചർച്ച ചെയ്തു, അതിനൊന്നും ഒരു പ്രയാസമില്ല. ഇത് LDF-ന്റെ ഉപനേതാവ് എന്ന് പറയുന്നത് LDF നേതാവ് എന്ന നിലക്ക് സ്പീക്കർ പറഞ്ഞതുപോലെ ഒരു കത്ത് കൊടുക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. ആ കത്ത് ഞാനാണ് എഴുതി കൊടുക്കേണ്ടത്. അത് കൊടുത്താൽ ഉപനേതാവ് വരും. ആ കത്ത് ഞാൻ കൊടുത്തോളാം, നിങ്ങൾ ബേജാറാവണം. അതൊക്കെ ബോധ്യപ്പെടും, ഒരു പ്രശ്നമില്ല. ബാക്കി പിന്നെ പറയും, കത്ത് ഞാനല്ലേ എഴുതി കൊടുക്കേണ്ടത്, കത്ത് കൊടുക്കും. അതിലൊരു സംശയമില്ല, CPM നേതാവിൻ്റെ പേരായിരിക്കുമല്ലോ. ഒരു മാറ്റം ഉണ്ടാകും.